കെ.പി.സി.സിയുടെ പുതിയ അധ്യക്ഷനെ ഹൈക്കമാൻഡ് ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കുമെന്ന സൂചന. ഒരാൾക്ക് ഒരു പദവി എന്നത് പുതിയ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലും മാനദണ്ഡമാക്കേണ്ടതില്ല എന്നതാണ് ഹൈക്കമാൻഡിൽ ധാരണയായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ എന്നിവരുടെ പേരുകളും ജോസഫ് വാഴക്കനൊപ്പം സജീവ പരിഗണനയിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും സർക്കാരും കെ.പി.സി.സിയും തമ്മിലുള്ള ഏകോപനം സാധ്യമായില്ല എന്ന വിമർശനം ശക്തമാണ്. അതിനിടെയാണ് പുതിയ കെ.പി.സി.സി അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾ പാർട്ടിക്കകത്ത് സജീവമായിരിക്കുന്നത്. മുതിർന്ന നേതാക്കളുമായി കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആദ്യഘട്ട ആശയവിനിമയം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കെ.പി.സി.സി അധ്യക്ഷന്മാരായി പരിഗണിക്കുന്നവരിൽ നിരവധി പേരാണുള്ളത്. ഇതിൽ തന്നെ ഒരാഴ്ചയ്ക്കകം പുതിയ കെ.പി.സി.സി അധ്യക്ഷനെ കണ്ടെത്തുകയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. നിലവിലെ കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയായതോടുകൂടി അദ്ദേഹം സ്വമേധയ സ്ഥാനമൊഴിയാൻ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. മന്ത്രിസ്ഥാനവും കെ.പി.സി.സി അധ്യക്ഷ പദവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം നേതൃത്വത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പുതിയ കെ.പി.സി.സി അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചർച്ചകൾക്ക് ഹൈക്കമാൻഡ് തുടക്കം കുറിച്ചത്. രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് മടങ്ങിയെത്തുക കൂടി ചെയ്തതോടുകൂടി ആ ചർച്ചകൾക്ക് ഒന്നുകൂടി ചൂടുപിടിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് നേതാക്കളുടെ നീണ്ട നിരയുണ്ട്. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം ഹസൻ, കെ.സി. ജോസഫ് തുടങ്ങിയവരുടെ എല്ലാം തന്നെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നിലവിൽ ജനപ്രതിനിധിയല്ലാത്ത ജോസഫ് വാഴക്കനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജോസഫ് വാഴക്കന് വേണ്ടി ചെന്നിത്തല വിഭാഗമാണ് അണിയറയിൽ സജീവമായി മുന്നിട്ടിറങ്ങുന്നത്. അതേസമയം തന്നെ ജനപ്രതിനിധിയായ ആൾ തന്നെ കെ.പി.സി.സി അധ്യക്ഷനാകുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടുമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള ഒരു യുവമുഖം വരണമെന്നൊരു ആവശ്യം ഉയരുകയാണെങ്കിൽ മാത്യു കുഴൽനാടന്റെ പേരായിരിക്കും ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ. നിലവിൽ ഷാഫി പറമ്പിൽ കെ.പി.സി.സിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. ഷാഫി പറമ്പിൽ വന്നാൽ കൂടുതൽ യുവാക്കൾക്കിടയിൽ അത് പാർട്ടിയെ ഒന്നുകൂടി സജീവമാക്കാൻ സഹായിക്കുമെന്നൊരു വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അതേ ഒരു ഘടകം തന്നെയാണ് മാത്യു കുഴൽനാടനും അനുകൂലമായി മാറുന്നത്. യുവാക്കൾക്കിടയിലുള്ള വലിയ സ്വാധീനം മാത്യു കുഴൽനാടനും വലിയ പിന്തുണ നൽകുന്നുണ്ട്. അതേസമയം വി.ഡി. സതീശൻ സർക്കാരുമായി ഒത്തുപോകുന്ന രീതിയിൽ ഒരു മുതിർന്ന നേതാവിന്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് എം ഹസനിലേക്കോ ജോസഫ് വാഴക്കനിലേക്കോ മുല്ലപ്പള്ളി രാമചന്ദ്രനിലേക്കോ ഒക്കെ ആ പേരുകൾ നീളാനുള്ള സാധ്യതകളും ഏറെയാണ്. എന്നാൽ കെ.സി. വേണുഗോപാൽ പക്ഷം തങ്ങളുടെ ആധിപത്യം വേണമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് മാത്യു കുഴൽനാടൻ പോലുള്ള പേരുകളിലേക്ക് വരും. ഒരുപക്ഷെ നേരത്തെ എ ഗ്രൂപ്പിന്റെ ഭാഗമായി ഇപ്പോഴും എ ഗ്രൂപ്പായ ഇപ്പോൾ കെ.സി. വേണുഗോപാലുമായി അടുത്ത് നിൽക്കുന്ന ബെന്നി ബെഹനാൻ അടക്കമുള്ളവരുടെ പേരും അവിടെയാണ് സജീവമായി ചർച്ചയാകുന്നത്. ആന്റോ ആന്റണി, രാജ്മോഹൻ ഉണ്ണിത്താൻ, എം.കെ. രാഘവൻ തുടങ്ങിയ എം.പിമാരുടെ പേരുകളും കെ.പി.സി.സി അധ്യക്ഷ പദത്തിലേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിന്നും ആരെങ്കിലും ഒരാളായിരിക്കും കെ.പി.സി.സി അധ്യക്ഷനായി വരാനുള്ള സാധ്യതകൾ ഏറെയുള്ളത്. ഇവരിൽ തന്നെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ, പരിചയ സമ്പത്തുള്ള ഒരാൾ കെ.പി.സി.സി അധ്യക്ഷനായി വരണമോ അതല്ല യുവമുഖമുള്ള ഒരാൾ കെ.പി.സി.സി അധ്യക്ഷനായി വരണമോ എന്നുള്ളതിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണ്. ഇക്കാര്യത്തിൽ ചർച്ചകളാണ് ഈ കേരളത്തിൽ പ്രധാനമായും നടക്കുന്നത്. അതിൽ തന്നെ എ.കെ. ആന്റണി, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, എ.ഐ.സി.സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, ഒപ്പം വി.എം. സുധീരൻ, ഈ നേതാക്കളുടെ നിലപാടുകളും നിർണായകമാകും. ഒപ്പം തന്നെ കെ.പി.സി.സി മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള കെ. മുരളീധരൻ, കെ. സുധാകരൻ തുടങ്ങിയവരുടെ അഭിപ്രായങ്ങളും പാർട്ടി നേതൃത്വമാരായും ഇവരുടെ നിലപാടുകൾ കൂടി പുതിയ കെ.പി.സി.സി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിൽ ഏറെ നിർണായകമാണ്. ഇതിൽ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് സർക്കാരിന്റെ നയങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന ഒരു കെ.പി.സി.സി അധ്യക്ഷൻ എന്ന രീതിയിലാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ഈ ഭരണത്തിന് കൂടുതൽ ചൂടും ചൂരും നൽകുന്ന രീതിയിൽ, മികച്ച രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന ഒരു അധ്യക്ഷനായിരിക്കണം കെ.പി.സി.സിക്ക് വരേണ്ടത് എന്ന ഒരു നിർബന്ധ ബുദ്ധി ഹൈക്കമാൻഡിനുണ്ട്. അതേസമയം തന്നെ സർക്കാരിൽ പിടിമുറുക്കുക എന്ന ലക്ഷ്യം വി.ഡി. സതീശനെ എതിർക്കുന്ന ചിലർക്കുണ്ട് എന്ന ഒരു അണിയറ സംസാരം പാർട്ടിക്കകത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. എന്നാൽ അത് എത്രമാത്രം നേതൃത്വം ഉൾക്കൊള്ളും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ കെ.പി.സി.സിയുടെ പുതിയ അധ്യക്ഷൻ വരും. ഒപ്പം തന്നെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരും ഉണ്ടാകും. അതിൽ ഒരുപക്ഷെ ഷാഫി പറമ്പിലിനെ നിലനിർത്തിക്കൊണ്ട് മന്ത്രിമാരായിട്ടുള്ള കെ.പി.സി.സി വർക്കിംഗ് അധ്യക്ഷന്മാരെ മാറ്റുന്ന രീതിയിലായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനം കൈക്കൊള്ളുക. അതിന് പിന്നാലെ തന്നെ ഡി.സി.സി
പുനഃസംഘടന അടക്കമുള്ള DCC അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ വരും. പിന്നാലെ KPCC പുനഃസംഘടന അടക്കം വരും. പിന്നാലെ സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഒരു ഏകോപന സമിതിയും രൂപീകരിക്കും. വൈകാതെ തന്നെ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളും നടത്താനാണ് പാർട്ടി ആലോചിക്കുന്നത്. കോൺഗ്രസിൽ ഇത് എത്രമാത്രം എളുപ്പമാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്.